ഇന്ദുവച്ചിയെ രാവിലെ തന്നെ നിങ്ങളെ കെട്ടിയവരെ എടുത്തിട്ട് അങ്ങ് തല്ലുവാന്നോ? അയ്യോ, ഞാൻ കെട്ടിയവനെ തല്ലിയൊന്നും അല്ലേ, മുഖത്ത് ഇച്ചിരി പൗഡർ ഇട്ടതാന്നേ. ഓ, വിശ്വസിച്ച് ഈ പറഞ്ഞ നിങ്ങൾ തന്നെ അല്ലയോ കഴിഞ്ഞ ദിവസം അങ്ങേരെ മുഖത്ത് തിളച്ച വെള്ളം കോരി ഒഴിച്ചിട്ട് ഫേഷ്യൽ ചെയ്തെന്ന് പറഞ്ഞത്? എടി, നീ നിന്റെ കെട്ടിയവന്റെ കാര്യം നോക്കടി, ഇതെന്താണ് ഇങ്ങോട്ട് നോക്കുന്നത്? അയ്യേ, അതൊക്കെ ഇവിടെ ആര് നോക്കണ്? അല്ലടേ, നീ വരുന്നില്ലയോ ഉത്സവത്തിന് താലം എടുക്കാന്? അയ്യോ ചേച്ചി, എനിക്ക് വെടിക്കെട്ട് പേടിയാ. വെടിക്കെട്ട് ഡാൻസ്, വെടിക്കെട്ട് ഗാനമേള എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വെടിക്കെട്ട് പേടി ഇത് ആദ്യമായിട്ട് കേൾക്കുക. എന്തായാലും ചേട്ടൻ വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും. വരുന്നെങ്കി വാ, അല്ലെങ്കിൽ നീ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ആര് നോക്കിക്കൊണ്ട് അങ്ങോട്ട് നിൽക്കുക. ശരി ശരി. അയ്യോ, എന്തൊരു കഷ്ടമാന്ന് പറ. എപ്പോ പോയതാ ഇങ്ങനെ? ഇച്ചിരി മുല്ലപ്പൂ മേടിച്ചോണ്ട് വന്നിട്ട് ഈ സാരി കൊടുത്ത് എനിക്ക് താലം എടുക്കാന്. നമ്മള് സാധാരണക്കാർക്ക് ഒരു ഉത്സവം അല്ലേ, ഒരു ഓണമൊക്കെ വരുമ്പോഴല്ലേ നല്ലപോലെ ഒരുങ്ങാൻ പറ്റത്തുള്ളൂ. എന്തോ ചെയ്യാൻ, ഇത് എങ്ങോട്ട് പോയത്? എന്തോ അത് ചേരാമേട്ടനല്ല, ഞാൻ ഇന്ദുന്ന് വിളിച്ചപ്പോ ഏമ്പക്കം കൂടെ വന്നതാ. നിങ്ങൾ എപ്പോ പോയതാ ഇവിടുന്ന്? ഇത്ര നേരം നിങ്ങൾ എവിടായിരുന്നു? ഞാൻ അവിടെ എല്ലാം ചെന്ന് പൂക്കട നോക്കി മേളത്തിന്റെ കൂടെ അങ്ങ് ചേർന്ന് അല്ലെന്ന് പൂക്കട നോക്കി കൊറേ അലഞ്ഞ് ഞാൻ പിന്നെ 1.5 കിലോമീറ്റർ ദൂരെ പോയാ സംഘടിപ്പിച്ചത്. എന്തുവായാലും കുറെ നേരമായിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുക. ഒന്ന് വെച്ചേന്ന്. മീനെ നീ ആദ്യമായിട്ട് കാണുമല്ലേ? എനിക്ക് മനസ്സിലായി. മുല്ലപ്പൂ മേടിക്കാൻ പോയ ആളത് എന്തോ മീൻ മേടിച്ചോണ്ട് വന്നേക്കുന്നത്. എടി, ഇന്ന് മുല്ലപ്പൂ അല്ല ഇവിടെ ആവശ്യം, ഈ മീനാ. ഞാൻ പകരം വീട്ടാൻ വേണ്ടി വാങ്ങിച്ചതാ. എന്തുമാത്രം കറി ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്ക് അപ്പൊ മീൻ കറി തന്നെ കൂട്ടണം ഇല്ലയോ? പകരം കൂട്ടാനല്ലെന്ന്, പിന്നെ പകരം വീട്ടാൻ വാങ്ങിച്ച മീനായത്. ഉച്ചയ്ക്ക് ആ സുജയുടെ വീട്ടിൽ പോയിട്ട് ഇച്ചിരി മീൻ കറി ചോദിച്ചു, അവള് കൊടുത്തില്ല. അതിന് കൊതിക്കറവിന് മീൻ മേടിച്ചോണ്ട് വന്നേക്കുവാ. സുജയുടെ മീൻ കറിയുടെ കാര്യമാണോ പറഞ്ഞത്? എടി, കഴിഞ്ഞ ഉത്സവത്തിന് നടന്നൊക്കെ നീ മറന്നോ? എന്തുവാ? എടി, കഴിഞ്ഞ ഉത്സവത്തിന് പരിപാടിയെല്ലാം കഴിഞ്ഞപ്പം ഞാനും ആ രാജീവനും കൂടെ അടി ഉണ്ടാക്കിയത് നീ ഓർക്കുന്നില്ലോടി? ആര് പറഞ്ഞു? പരിപാടി കഴിഞ്ഞപ്പോ നിങ്ങൾ ആൾക്കാരെ കിടന്ന് ഉറങ്ങുന്നതാണല്ലേ ഞാൻ കണ്ടത്. അയ്യോ, ഞാൻ കിടന്നുറങ്ങിയതല്ല, പിന്നെ അവൻ എന്നെ അടിച്ചുറക്കിയതില്ല. അപ്പൊ നീ അറിഞ്ഞില്ലേ സംഭവം എന്നെ അടിച്ചതൊന്നും? പോട്ടെ, അടി കിട്ടുവോ മേടിച്ചു കൂട്ടോ എന്താ വേണേലും ചെയ്യും. അതും ഈ മീനും തമ്മിൽ എന്തോ ബന്ധം? അവൻ ഫസ്റ്റ് അടി എന്റെ മൂക്കാമ്പട്ടക്കിട്ട് അടിച്ചപ്പോഴേ അവന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു മീൻകറിയുടെ മണം കിട്ടി. കുളമ്പുടി ഇട്ട് വെച്ച ഒരു മീന്റെ കിടക്കാച്ചി മണം. ഇന്ന് ഈ മീൻകറി വെച്ചിട്ട് ആ സെയിം മണം ചേർത്ത് എനിക്ക് അവനെ തിരിച്ചടിക്കണം. അതിനുവേണ്ടി വാങ്ങിച്ചതാടി ഇത്. രവിയേട്ടാ, എന്തുവാ രവിയേട്ടാ പറയുന്ന? ഉത്സവമായിട്ട് നിങ്ങൾ എന്ന് ആരോടും വഴക്കുണ്ടാകല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ആരെയൊക്കെ നോക്കും? നീ വിഷമിക്കണ്ട, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും 3 തലമുറയ്ക്ക് തിന്നാനുള്ളത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് തന്നിട്ടില്ലടി. 3 തണമണ ഉത്സവമായിട്ട് 5 കിലോ അരി, 1/2 കിലോ പയറ് മേടിച്ചു. ആ 3 തണമണ എടി, ബുദ്ധിയുള്ള പെണ്ണുങ്ങള് ആ കഞ്ഞിയും പാറും ചോറും കൂട്ടാനും വെക്കത്തില്ല. അത് വിതയ്ക്കും, എന്നിട്ട് അത് കിളിക്കും, അത് കൊയ്യും, വീണ്ടും വിതയ്ക്കും, വീണ്ടും കൊയ്യും. 3 അല്ല 30 തലമുറയ്ക്ക് തിന്നാൻ കിട്ടും. ബുദ്ധിയുള്ളവർ അങ്ങനെ ചെയ്യേണ്ടത്, അറിയാമോ? അടുത്ത കർഷക ശ്രീമാൻ അവാർഡ് നിങ്ങൾക്ക് തന്നെ കിട്ടും. ഒരു കാര്യം പറഞ്ഞേക്കാം, ഉത്സവം വരും, അതങ്ങ് പോവും. അടിയും പിടിയായിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ നാളെ മറ്റുള്ളവരെ കാണേണ്ടതാ. നിങ്ങൾ അച്ഛൻ വയ്യാതെ കിടന്നപ്പം ആ രാജീവനെ ഉണ്ടായിരുന്നുള്ള ആശുപത്രി കൊണ്ടുപോകാൻ, അത് ഓർത്തിട്ട് വേണം. പിന്നല്ല, രാജീവനാണ് കൊണ്ടുപോയത്. നിങ്ങൾക്ക് ഇതൊന്നും അറിയണ്ടായോ? എടി, നീ എന്താടി നേരത്തെ പറഞ്ഞു? ഞാനിപ്പോ ഇത് അറിയാതെ ആ ചെറുക്കനെ ചെന്ന് അടിച്ചില്ലാത്ത ബഹളം ഉണ്ടായിരുന്നു. കഷ്ടമായി. ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഒരുങ്ങിയതല്ലേ, നീ ഒരുങ്ങും. നമുക്ക് 2 പേർക്കും ഉത്സവത്തിന് പോയി അവനെ കണ്ട് മാപ്പ് പറയാം. സത്യമായിട്ട് അതെ, എന്തിനാ നമ്മള് വെറുതെ ഒരു വളമലയ്ക്ക് വാങ്ങിച്ചു തരുന്നുണ്ടോ? നീനപ്പോ നമുക്ക് നാളെ വെച്ചാൽ മതി. മതി, പിന്നെ ഫ്രിഡ്ജ് കൊണ്ടുവെക്ക. എന്റെ ദൈവമേ, എന്ത് വലിയ പ്രശ്നമാ. ചെറിയൊരു കള്ളത്തിൽ അങ്ങ് പോയത്. ഇങ്ങനെ ഓരോരോ കള്ളങ്ങൾ പറയാൻ നീ എനിക്ക് കനിവ് തരണേ.